പ്രിയമുള്ളവരെ, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പകൽക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ വിവാദങ്ങളും യു പിയിലെ BJP സംബന്ധിച്ച് അത്ര ആശാവഹമല്ല എന്ന രാഷ്ട്രീയ വിശകലനങ്ങളും റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. യോഗി ആദിത്യനാഥ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു SIT അന്വേഷണത്തിന് ഉത്തരവിടുകയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നത് എന്ന രാഷ്ട്രീയ വിശകലനം പുറത്തുവരുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പാകട്ടെ, അതിനു മുമ്പിലുള്ള UP നിയമസഭാ തിരഞ്ഞെടുപ്പിലാകട്ടെ, സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് നേതൃത്വം നൽകുന്ന സമാജ്വാദി പാർട്ടി വലിയ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി ആകെയുള്ള 80 ലോക്സഭാ സീറ്റിൽ 43 നേടി. കോൺഗ്രസും മികച്ച പ്രകടനമാണ് നടത്തിയത്. 7-8 സീറ്റുകൾ UP നിന്ന് കോൺഗ്രസ് നേടി. നേരത്തെ 2019 കോൺഗ്രസിന് അവിടെ നിന്ന് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞത് സോണിയ ഗാന്ധിയെ മാത്രമായിരുന്നുവെങ്കിൽ കോൺഗ്രസ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച തിരഞ്ഞെടുപ്പായിരുന്നു 2024. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനോട് പിന്നിൽ പോകുന്നൊരവസ്ഥയുണ്ടായി. അതായത് UP കോൺഗ്രസിനെ പിടിച്ചു നിർത്തി 2024 ലോക്സഭാ ഇലക്ഷനിൽ എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ BJP അവിടെ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് വീണ്ടും തിരിച്ചടിയാകുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ അയോധ്യ കേസുമായി ബന്ധപ്പെട്ട അയോധ്യ ക്ഷേത്രത്തിൽ നടന്ന 1500 കോടിയിലധികം വരുന്ന ക്ഷേത്ര സമ്പത്തിൻ്റെ തിരിമറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുക്കലുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം. നമുക്കറിയാവുന്നതുപോലെ വലിയ വിവാദങ്ങൾക്കൊടുവിൽ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിവാദങ്ങൾക്കൊടുവിൽ അത് ഖർസേവയിലൂടെ പൊളിക്കപ്പെടുകയും പിന്നീട് നരേന്ദ്രമോദിയുടെ സമയത്ത് ക്ഷേത്രമായി മാറുകയും ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്ത ശ്രീരാമക്ഷേത്രത്തിൽ, അത് UPയുടെ ഒരു വികാരമാണ്. ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ സംഘപരിവാര നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ കൊള്ളയ്ക്ക് നേതൃത്വം നൽകി എന്നത് UP ജനത എങ്ങനെ സ്വീകരിക്കും എന്ന ഒരു വലിയ ആശങ്കയിലാണ് സംസ്ഥാന BJP നേതൃത്വം എന്നത് BJP സംബന്ധിച്ച് ആശങ്ക ജനിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ക്ഷേത്ര നിർമ്മാണ സമിതിയുടെ, അതായത് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയുടെ ജനറൽ സെക്രട്ടറിയായ ചമ്പത് റായ്, അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി മാത്രമല്ല വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് ഇപ്പോൾ വിവാദവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് സ്വത്തുക്കളൊക്കെ ഈ വെള്ളിയും സ്വർണവും അടങ്ങുന്ന കട്ടികളൊക്കെ മാറ്റി വീട്ടിൽ കൊണ്ടുവച്ചു എന്നതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ പിടിക്കപ്പെടുന്നത് ഡ്രൈവർമാരും തോട്ടക്കാരന്മാരും കുക്കന്മാരും ഒക്കെയാണ്. കാരണം ഈ വിവാദങ്ങളുടെയൊക്കെ പിന്നിൽ വലിയ കൈകളുണ്ടാകും, വൻ തോക്കുകളുണ്ടാകും. അവർ ഈ കുക്കന്മാരെയും ഡ്രൈവർമാരെയും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നിയമത്തിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് സുഖമായി സ്വസ്ഥമായി എവിടെയെങ്കിലും കഴിയും. അതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഡ്രൈവർ വിട്ടിട്ടുണ്ട്. മറ്റൊരു ആൾ എന്ന് പറയുന്നത് അനിൽ മിശ്രയാണ്. അദ്ദേഹത്തിൻ്റെ നേരിലും ആരോപണങ്ങളുടെ കുന്തമന നീളുന്നുണ്ട്. ഈ അനിൽ മിശ്ര എന്ന് പറയുന്ന ചില്ലറക്കാരനല്ല. പ്രധാനമന്ത്രി ക്ഷേത്രം രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ പ്രമുഖമായി നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ അറസ്റ്റിലായ ആളുകളും ഒപ്പം ഈ ആരോപണങ്ങളുടെ കുന്തമന നീളുന്ന ആളുകളും ഒക്കെ ഉള്ളത് BJPയുടെ ഒരു സംരക്ഷണയിലാണ് എന്നാണ് വ്യക്തം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ UPയെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും പിടിച്ചു കുലുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ആരോപണം ആദ്യമായി ഉന്നയിച്ചത് തന്നെ മണിപാൽ സിംഗ് എന്ന് പറയുന്ന സംഘ പശ്ചാത്തലമുള്ള ക്ഷേത്രം ജീവനക്കാരനാണ്. പിന്നീട് സമാജ്വാദി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഈ വിവാദങ്ങൾ ഏറ്റെടുത്തു എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് UPയിൽ 8 മാസങ്ങൾക്കകം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിന്നീട് രാജ്യവ്യാപകമായും വലിയ തിരിച്ചടിക്ക് കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJPയുടെ രാഷ്ട്രീയ ആയുധമായിരുന്നു എന്നും അയോധ്യ. കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളെ പരാജയപ്പെടുത്തുവാൻ BJP സ്വീകരിക്കാറുള്ള വിഭാഗീയതയുടെ രാഷ്ട്രീയം, മതം പറഞ്ഞ ആളുകളെ തമ്മിൽ തല്ലിപ്പിച്ച് ഭിന്നിപ്പിച്ചു നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന BJPയുടെ തന്ത്രം, അത് വളരെ വിദഗ്ധമായി പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ് അയോധ്യ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബാബറി മസ്ജിദ്, അവിടെ ആക്രമിച്ചു, അവിടെ നിലവിലുണ്ടായിരുന്ന ഹൈന്ദവ ക്ഷേത്രം തകർത്ത് അതിൻ്റെ മുകളിൽ ഒരു പള്ളി സ്ഥാപിച്ചു എന്നതിൻ്റെ പേരിലാണ് BJP രാജ്യത്താകമാനം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ആ രഥയാത്ര നടത്തുകയും ആ രഥയാത്ര കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ നൂറുകണക്കിന് ആളുകൾ തമ്മിൽ തല്ലി ചോര ചിന്തി മരിക്കുകയുമൊക്കെ ചെയ്തത്. അതിൽ ഹൈന്ദവരും മുസ്ലിങ്ങളും ഒക്കെ മരിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാബറി മസ്ജിദ് പൊളിക്കാവുന്ന ഉദ്ദേശത്തോടുകൂടി BJP നടത്തിയ കർസേവയിൽ
നൂറുകണക്കിന് പള്ളി പൊളിക്കാൻ പോയ നൂറുകണക്കിന് ഹൈന്ദവ വിശ്വാസികളുമൊക്കെ മരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ചോരയിലൂടെ ഉയർത്തിയെടുത്ത അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലാണ് ഇപ്പോൾ വലിയ പകൽക്കൊള്ള നടക്കുന്നത് എന്നത് BJPയെ സംബന്ധിച്ച് എത്രത്തോളം അത് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. തിരിച്ചടിയാകും, പക്ഷേ എത്രത്തോളം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും കോൺഗ്രസ് ഇത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യവ്യാപകമായ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അഖിലേഷ് യാദവ് UPയിലെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ഏറ്റവും വലിയ ചർച്ചാ വിഷയം ആകുമെന്ന് പറയുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രമുഖക്കാരായ നേതാക്കന്മാർ തന്നെയാണ്. ചമ്പത് റായ് ഉൾപ്പെടുന്ന സംഘ് കുടുംബത്തിലെ ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നായ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ BJPയെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമല്ല. സംഘപരിവാരം സാധാരണ പറയുന്നത് പോലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒന്നുമല്ല ഈ അമ്പലം കൊള്ള ചെയ്തിരിക്കുന്നത്, അവിടെ നിന്ന് ധനങ്ങൾ ഊറ്റിക്കൊണ്ടുപോയിരിക്കുന്നത്. അത് സംഘപരിവാരം തന്നെയാണ്. ഹൈന്ദവരുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപവത്കരിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന സംഘപരിവാരത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് എന്ന് പറയുന്നത് സംഘപരിവാരത്തെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസജനകമായ വാർത്തയല്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്തായാലും വലിയ തിരിച്ചടി ഇതുണ്ടാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. UPയുടെ രാഷ്ട്രീയം ഈ അടുത്ത സമയത്തായ BJPക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ഒക്കെ ഒരു വിഭാഗീയതയുടെ ഭാഗമായി അവിടെ പിന്നിച്ചു നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളുമൊക്കെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ചർച്ച ചെയ്തിരുന്നു. പ്രത്യേകിച്ചും നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അത്ര വലിയ പവറായിട്ട് നിൽക്കുന്നത് യോഗി ആദിത്യനാഥിന് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഇടപെട്ടാണ് UPയിൽ ലോക്സഭാ സീറ്റുകൾ BJPയിലെ വിഭാഗീയത മൂലം കുറച്ചത്. നരേന്ദ്രമോദിക്കൊരു തിരിച്ചടി കൊടുക്കാനാണ് എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകൾ ഉയർത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് യോഗി ആദിത്യനാഥ് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന ചർച്ച ഉയരുന്നതിനിടയിലാണ് ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ BJPയുടെ ആദ്യ 3 നേതാക്കന്മാരിൽ ഒരാളാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയാം. നരേന്ദ്രമോദി, പിന്നെ അമിത്ഷാ, പക്ഷേ അതിനുശേഷം യോഗി ആദിത്യനാഥ്. പക്ഷേ യോഗി ആദിത്യനാഥ് 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ഒക്കെ എത്താൻ ശ്രമിക്കുന്നു എന്ന ചില വിശകലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വിവാദങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാകുമോ എന്ന ചില സംശയങ്ങളും രൂപപ്പെടുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അമിത്ഷാ എന്ന് പറയുന്നത് അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയല്ല, അദ്ദേഹം ജൈനമത വിശ്വാസിയാണ്. ഹിന്ദുത്വതയിൽ ഊന്നിയുള്ള BJPയുടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പദത്തിലേക്ക് അമിത്ഷാ വരുമോ എന്ന കാര്യത്തിലൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ശേഷം പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ സാധ്യതയുള്ള ഒരാളായിരുന്നു യോഗി ആദിത്യനാഥ് എന്ന വിശകലനങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥ് എത്രത്തോളം ഇനി BJP രാഷ്ട്രീയത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവർ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.